പലരും 3D സിനിമയ്ക്ക് പോകുമ്പോൾ സംഭവങ്ങൾ പുറത്തോട്ട് വരും, നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ ഒരു ഫീല് കിട്ടും. അങ്ങനെ കരുതിയാണ് 3D സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത്. എന്നാലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലർക്കും പല സീനിലും അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടാറില്ല. പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. ചില ആളുകൾ പറയാറുണ്ട്, സിനിമയുടെ ടൈറ്റിൽ കാണിച്ചപ്പോൾ പുറത്തേക്ക് വരുന്ന ആ ഒരു ഫീല് കിട്ടി, പക്ഷെ പിന്നീട് അങ്ങോട്ടും ഉണ്ടായില്ല. മറ്റു ചില ആളുകൾ പറയും അവിടെ എവിടെയായിട്ട് അങ്ങനെ ഒരു ഫീല് കിട്ടിയെന്ന്, പക്ഷെ ഭൂരിഭാഗം സീനിലും കിട്ടിയില്ല. വേറെ ചില ആളുകൾ പറയുന്നത് ആകെ പുറത്തേക്ക് വന്നത് ആ ഒരു സബ് ടൈറ്റിലാണ്. ചില ആളുകൾ ഇത് തിയേറ്ററിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പ്രൈസ് കൂടിയ തിയേറ്റേഴ്സിൽ പോകും. ഐമാക്സ് തിയേറ്റേഴ്സിൽ പോകുന്നവരുണ്ട്. അങ്ങനെ ഐമാക്സിൽ പോയപ്പോഴും 3Dയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരു നോർമൽ തിയേറ്ററിൽ ഏത് സീൻ എത്തിയപ്പോഴാണോ ആ ഒരു പുറത്തേക്ക് വരുന്ന ഫീൽ കിട്ടിയത്, കറക്റ്റ് ആ ഒരു സീൻ എത്തിയപ്പോൾ ഐമാക്സിലും പുറത്തേക്ക് വരുന്ന ഫീൽ കിട്ടി. അല്ലാതെ ഐമാക്സിൽ കയറിയത് കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ 3D എഫക്ട്സ് ഉണ്ടായിരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിരിക്കുക. ഇത് ശരിയായ ഒരു കാര്യമാണ്. ഇതുപോലെ 3Dയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ ചുമപ്പ് നീലയും കളറുള്ള ഈ ഒരു കണ്ണടയാണ് നമ്മൾ കാണാറ്. പക്ഷെ ഭൂരിഭാഗം തിയേറ്റേഴ്സിലും അവിടെ പോയി കഴിഞ്ഞാൽ അവരെടുത്തു തരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡുള്ള, ഇതുമല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയ അങ്ങനെയുള്ള ഗ്ലാസുകളാണ്. ഇതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, ഞാനൊരു എക്സിബിഷന് പോയപ്പോൾ ഉത്സവപ്പറമ്പിലും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെയുള്ള അങ്ങനെ ഒരു എക്സിബിഷന് പോയപ്പോൾ അവരാ ചുമപ്പ് നീലയും കളറുള്ള കണ്ണട തന്നു. അത് വെച്ച് കണ്ടപ്പോൾ സിനിമയിൽ കാണാത്ത അത്രയും 3D, അതായത് ആ ഒരു പുറത്തേക്ക് വരുന്ന ഫീലിംഗ് കിട്ടിയെന്ന്. അപ്പോൾ ആ ചുമപ്പ് നീലയും കളറുള്ള കണ്ണട അതിനൊരു പ്രത്യേക പവറുണ്ട്. അതാണ് ഒറിജിനൽ 3D. ഇതിന്റെ പേരാണ് അനാഗ്ലിഫ് 3D ഗ്ലാസ്. തിയേറ്ററിൽ പോയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ 3D ഗ്ലാസ് ആണ് കിട്ടിയതെങ്കിൽ ഇതിന്റെ പേരാണ് റിയൽഡി 3D. ഇനി ഇങ്ങനെ കിട്ടിയെന്ന് വരെ നമ്മുടെ ഒരുപാട് തിയേറ്റേഴ്സ് ഡോൾബി ഉണ്ട്. ഡോൾബി തിയേറ്റേഴ്സിന്റെ ഗ്ലാസ് ഏകദേശം ഇങ്ങനെയാണ്. ഇതിന്റെ പേരാണ് ഡോൾബി 3D. ഇനി ഇങ്ങനെ കിട്ടിയെന്ന് വരാം. ഇതാണ് ഐമാക്സ് 3D. പിന്നെയുള്ളത് ഇങ്ങനത്തെയാണ്. ഇതാണ് എക്സ്പാൻഡ് 3D. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാം നിങ്ങൾക്ക് തിയേറ്റേഴ്സിൽ കിട്ടിയിരിക്കുന്നത്. ഷേപ്പിൽ ചില ഡിഫറൻസ് ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഇനി ഇതൊന്നുമല്ലാത്ത ഇങ്ങനത്തെ വല്ല ഗ്ലാസ് ആണ് തന്നതെങ്കിൽ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണട ജസ്റ്റ് ഒന്ന് ഊരിയും വെച്ച് നോക്കണം. 3D ഗ്ലാസ് ആണോ വല്ല കൂളിംഗ് ഗ്ലാസ് ആണോ തന്നതെന്ന് അപ്പോഴേ പറയാൻ പറ്റൂ. ആ ചുമപ്പ് നീലയും കളറുള്ള കണ്ണടയല്ലാതെ നമുക്ക് തിയേറ്റേഴ്സിൽ കിട്ടുന്ന ബാക്കിയുള്ള എല്ലാ കണ്ണടയും നോക്കിയാൽ കണ്ണടയുടെ പവർ കൊണ്ട് 3D എഫക്ട്സിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. സിനിമയിലെ ബ്രൈറ്റ്നസ്, കളറ്, ഇതിലെല്ലാം ചെറിയ മാറ്റങ്ങൾ ഫീൽ ചെയ്യാം. ഐമാക്സ് 3Dയും ഡോൾബി 3Dയും ഇന്ന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മികച്ച 3D കണ്ണടകളാണ്. ഇനി 3D എഫക്ട്സുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവരെയെല്ലാം ആ ഒരു ചുമപ്പ് നീലയും കളറുള്ള കണ്ണട വിട്ടു. ഇനി നിങ്ങൾ ഇന്നത്തെ തിയേറ്ററിൽ ഈ ഒരു കണ്ണട സീക്രട്ടായി കൊണ്ടുവന്നു. തിയേറ്ററിലെ മോഡേൺ കണ്ണട വാങ്ങിയില്ല. ആളുകളെല്ലാം മോഡേൺ കണ്ണട വെച്ചപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ണട വെച്ചു. അങ്ങനെയാണെങ്കിൽ ഉള്ള 3D കൂടി പോകും. കാരണം ഈ ഒരു കണ്ണട മോഡേൺ ഫോർമാറ്റിൽ വർക്ക് ചെയ്യില്ല. ഈ കണ്ണട പോലെ തന്നെ സിനിമയും റെഡും ബ്ലൂ ആയിട്ടുള്ള ആ ഒരു പ്രത്യേക ഫോർമാറ്റ് ആയിരിക്കണം. അല്ലാതെ ഇത് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ആളുകൾ 3D കാണുമ്പോൾ നിങ്ങൾ കൂടിപ്പോയാൽ ഒരു കണ്ണിൽ ചുമപ്പും മറ്റേ കണ്ണിൽ നീലയും കളർ കാണും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കണ്ണട വലിച്ചെറിഞ്ഞ് കാട്ടിക്കളയേണ്ടി വരും. ഇവന്റെ കാലമെല്ലാം പണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ 3D അഥവാ കുട്ടിച്ചാത്തൻ സിനിമ കണ്ടപ്പോഴുള്ള ആളുകളുടെ എക്സ്പ്രഷനാണ്. അവർ ഷോക്കായി പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ആദ്യത്തെ 3D സിനിമയാണ്. ആദ്യമായിട്ടാണ് ആളുകൾ 3D കാണുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കാണാത്ത ഒരു 1.5 3D ആണ് അവർ കണ്ടത്. സിനിമയുടെ ഒട്ടുമിക്ക സീനിലും ആ ഒരു പുറത്തേക്ക് വരുന്ന എഫക്റ്റ് കിട്ടി. നമ്മൾ ആ ചുമപ്പ് നീലയും കളർ കൂടി ആ ഒരു കണ്ണട യൂസ് ചെയ്ത് സിനിമ കണ്ടാൽ പുറത്തേക്ക് നല്ല രീതിയിൽ വരും. പക്ഷേ ക്ലാരിറ്റി അല്പം കുറവായിരിക്കും. ഇനി മോഡേൺ കണ്ണട വെച്ച് കാണുമ്പോൾ പുറത്തേക്ക് അപ്പോഴും വരും. മറ്റേ കണ്ണടയുമായി കമ്പയർ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന എഫക്റ്റ് നോക്കിയാൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. കൂടിപ്പോയാൽ ഒരു 10% ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു പുറത്തേക്ക് വരുന്ന എഫക്റ്റ് ഒരു 10% കൂടുതൽ മറ്റേ ഗ്ലാസ്സിലും ഉണ്ടാവും. പക്ഷേ ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷേ മോഡേൺ 3Dയിൽ ആ പുറത്തേക്ക് വരുന്ന എഫക്റ്റ് 90% സെയിം ആണ്. പക്ഷെ നല്ല ക്ലാരിറ്റിയും ഉണ്ടാവും. ഇവിടെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ മോഡേൺ 3D വിചാരിച്ചാലും പണ്ടത്തെ 3D പോലെ തന്നെ ഏകദേശം സെയിമായി ആ ഒരു പുറത്തേക്ക് വരുന്ന എഫക്റ്റ് തരാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ പണ്ടത്തെ 3D സിനിമയുടെ അത്രയും 3D ഇപ്പോഴില്ല എന്ന് പറയുന്നത്? എന്നാൽ അത് ടെക്നോളജിയുടെ കുഴപ്പമല്ല, ഇന്നിറങ്ങുന്ന സിനിമയുടെ കുഴപ്പമാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്കൊരാളെ കണ്ടിട്ട് വരാം. ഒടിയൻ വേലായുധൻ. ഒടിയൻ വേലായുധൻ വളരെ ക്രൂരനായ ഒടിയനാണ്. ഭൂമിയിലെ അവസാന ഒടിയനുമാണ്. ഈ ഒടിയന്മാർ ഒടിയനാവുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ചെവിയിൽ ഒരു ക്രൂരമായ എണ്ണ തേക്കും. ഒരു കള്ളന്റെ കയ്യിൽ ഈ ഒരു എണ്ണ കിട്ടും. കള്ളന്റെ വീട്ടിൽ പാവമായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ.
ഈ എണ്ണ എങ്ങനെ കിട്ടിയെന്നാൽ ഒടിയൻ വേലായുധൻ ഒരു ദിവസം ഒരു തെങ്ങിന്റെ ചോട്ടിലിരുന്നു മന്ത്രങ്ങളെല്ലാം ചൊല്ലി രൂപം മാറുകയായിരുന്നു. കള്ളൻ തെങ്ങിന്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ മന്ത്രങ്ങളെല്ലാം കേട്ടുപിടിച്ചു ഉപേക്ഷിച്ച എണ്ണ കുപ്പിയും എടുത്തു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഒടിയൻ വന്ന കാര്യം യഥാർത്ഥ ക്രൂരനൊടിയനായ ഒടിയൻ വേലായുധൻ പിന്നീട് തിരിച്ചറിഞ്ഞു. ഒടിയൻ വേലായുധന്റെ രീതി എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലാൻ ഉദ്ദേശിച്ച ആളുകളുടെ വീട്ടിലുള്ളവരെ ആയിരിക്കും ആദ്യം കൊല്ലുക, അവസാനമേ ഇവനെ കൊല്ലുകയുള്ളൂ. അങ്ങനെ 5 ദിവസത്തിനുള്ളിൽ ഒടിയൻ വേലായുധൻ വരാൻ പോവുകയാണ്. കള്ളൻ അമ്മ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിച്ചേ പറ്റൂ. കള്ളൻ ഒരു കാര്യം അറിയാം, ഒടിയൻ വേലായുധൻ മാത്രമല്ല ഇന്ന് ഒടിയൻ, ഇന്ന് തനിക്കും ഒരു ഒടിയനാവാൻ പറ്റും. അങ്ങനെ 2 ഒടിയന്മാർ തമ്മിലുള്ള ഒരു ഹൊറർ ത്രില്ലർ ബുക്കാണിത്. ഇതൊരു ഗ്രാഫിക് നോവലാണ്. അതായത് ഓരോ സീൻ കഴിയുമ്പോഴും അതിന്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സിനിമ കണ്ട ഫീല് കിട്ടും. പ്രത്യേകിച്ച് ലാഗൊന്നുമില്ല, തുടക്കം മുതലേ ഓട്ടമാണ്. അപ്പോൾ ഇതാണ് മാൻകൈൻഡ് കമ്പനിയുടെ ഒടിയൻ വേലായുധൻ. ഈ ബുക്കിന്റെ പേര് തന്നെ വില്ലന്റേതാണ്. ഒടിയൻ വേലായുധൻ ഒരു മാസ് വില്ലനാണ്. നമ്മൾ മൊബൈലിന്റെ സ്ക്രീൻ ടൈം അല്പം കുറച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ബുക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് തന്നെ നല്ലതാണ്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ബുക്ക് ലവ് സൈറ്റിലേക്ക് വരാം. മാൻകൈൻഡിന്റെ ഒഫീഷ്യൽ സൈറ്റാണ് ബുക്ക് ലവ്. ഇവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ് ലൈൻ 1-ലോ 2-ലോ ഏതെങ്കിലും ഒരെണ്ണത്തിലെ അഡ്രസ്സും കൊടുക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈസിയായി കോപ്പി പേസ്റ്റ് അടിക്കാം. ഇപ്പോൾ പ്രീ ഓർഡർ കൊടുക്കുന്നവർക്ക് ബുക്കിന് പുറമെ പോസ്റ്റ് കാർഡും ബുക്ക് മാർക്കും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത് സിനിമയുടെ കുഴപ്പമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മോഡേൺ 3D സിനിമകൾ ഭൂരിഭാഗവും 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തതല്ല. അത് നോർമലായി ഷൂട്ട് ചെയ്ത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇനി ഒരു മികച്ച കൺവേർഷൻ ആണെങ്കിൽ ഏകദേശം 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത അതേ ഫീൽ നമുക്ക് കിട്ടും. പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നാൽ ഇന്നത്തെ ഫിലിം മേക്കേഴ്സ് അത് വേണ്ടെന്ന് വെക്കുന്നു. ആദ്യകാല 3D സിനിമകളിൽ ആ പുറത്തേക്ക് വരുന്ന എഫക്റ്റ്, ഇതിന്റെ പേരാണ് നെഗറ്റീവ് പാരലക്സ് എഫക്റ്റ്. ഇത് ഭൂരിഭാഗം സീനിലും ആഡ് ചെയ്തിരുന്നു. അന്ന് 3D സിനിമകളേക്കാൾ കൂടുതൽ ഫോക്കസ് ആ ഒരു എഫക്റ്റിന് കൊടുത്തിരുന്നു. സിനിമയേക്കാൾ കൂടുതൽ ആളുകൾ ആ ഒരു എഫക്റ്റിലാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, ആളുകൾ പതുക്കെ കംപ്ലൈന്റ് ചെയ്തു തുടങ്ങി. അതായത് പലർക്കും ഐ സ്ട്രെയിൻ ഫീൽ ചെയ്യും. അതായത് ആ ഒരു എഫക്റ്റ് വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ മൂക്കിന്റെ അടുത്തോട്ട് ഒരു ഫോക്കസ് കൊടുത്ത് അങ്ങനെയായിരിക്കും നോക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ കൈവരൽ മൂക്കിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് ആ വിരലിൽ തന്നെ കുറെ നേരം സൂക്ഷിച്ചു നോക്കിയാൽ കുറെ നേരം കഴിയുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ 2.5 മണിക്കൂർ ഒരു പടം കാണുമ്പോൾ ഭൂരിഭാഗം സീനിലും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്താൽ ആളുകൾക്ക് ഇതേ പ്രശ്നമുണ്ടാവും. പലർക്കും ഐ സ്ട്രെയിൻ ഫീൽ ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ ആളുകൾ കുറഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് വെറുതെ പോകും. അതുകൊണ്ട് ആ ഒരു എഫക്റ്റ് നന്നായി കുറച്ചു. പക്ഷേ 3D സിനിമ ആളുകൾ എൻജോയ് ചെയ്യാൻ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോൾ 2009-ൽ അവതാർ സിനിമ വന്നു. അതായിരുന്നു 3D സിനിമകളുടെ ഗെയിം ചേഞ്ചർ. അവതാറിന്റെ ഡയറക്ടറായ നമ്മുടെ ജെയിംസ് കാമറോൺ പുതിയൊരു ടെക്നിക്ക് കൊണ്ടുവന്നു. ഈ നെഗറ്റീവ് പാരലക്സ് എഫക്റ്റ് പോലെ തന്നെ പണ്ട് മുതലേ മറ്റൊരു എഫക്റ്റ് കൂടിയുണ്ട്. അതാണ് പോസിറ്റീവ് പാരലക്സ് എഫക്റ്റ്. ഇത് സംഭവം പുറത്തേക്ക് വരില്ല, പക്ഷെ അകത്തുള്ള സംഭവങ്ങൾക്ക് നല്ലൊരു 3D ഡെപ്ത് കൊടുക്കുന്നു. നമുക്കതിന്റെ അകത്ത് ഒറിജിനൽ ഉള്ളതുപോലെ ഫീൽ ചെയ്യും. ജെയിംസ് കാമറോൺ ഉദ്ദേശിക്കുന്നത് തിയേറ്ററിന്റെ സ്ക്രീൻ ഒരു ജനലാണെന്ന് കരുതുക. ഈ ഒരു എഫക്റ്റ് അടിയുമ്പോൾ അപ്പുറത്തൊരു ഒറിജിനൽ വേൾഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ജനലിലൂടെ മറ്റൊരു വേൾഡിലേക്ക് നോക്കുന്നത് പോലെ. ഇതുകൊണ്ട് ആളുകൾക്ക് ഐ സ്ട്രെയിനും ഇല്ല, കംഫർട്ടബിൾ ആയിരുന്നു പടം കാണും. അങ്ങനെ അവതാറിൽ ഇത് കൊണ്ടുവന്നപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമയും ഇത് ഫോളോ ചെയ്തു. നിലവിലിറങ്ങുന്ന ഭൂരിഭാഗം സിനിമയും ഇങ്ങനെയുള്ള 3D ആണ്. പക്ഷെ പുറത്തേക്ക് വരുന്ന ഒരു നെഗറ്റീവ് പാരലക്സ് എഫക്റ്റ് ഇപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വെറും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. 3D എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ആ പുറത്തേക്ക് വരുന്ന 3D ആണ്. കാരണം അതാണ് ആദ്യം ഇറങ്ങിയ 3D. ഇങ്ങനെ ഒരു 3D ഉള്ള കാര്യം പലർക്കും അറിയില്ല. നിങ്ങൾക്ക് ഇനി മറ്റേ 3D വേണമെങ്കിൽ പല എക്സിബിഷനുകളിലും ഈ ഒരു 3D ഉണ്ടാവാറുണ്ട്. ഇതുപോലെ അമ്യൂസ്മെന്റ് പാർക്കുകളിലും ഉണ്ടാവും. ഇനി ഇതും പറ്റൂലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. അതിനാദ്യം ഈ ചുമപ്പ് നീലയും കളറുള്ള കണ്ണട വേണം. എന്റെ കയ്യിൽ പണ്ട് ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ബാലരമ 3D മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അതിന് വലിയൊരു കട്ടി ഉണ്ടായിരുന്നില്ല, ഒരു കടലാസ് പോലത്തെ സംഭവം. പിന്നെയുള്ളത് ചെറുപ്പത്തിൽ കിൻഡർ ജോയ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അത് പ്ലാസ്റ്റിക്കിന്റെ നല്ല തിക്കായ കട്ടിയുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ 3D വീഡിയോ ഒന്ന് സെർച്ച് ചെയ്തു. അങ്ങനെ ഈ ഒരു വീഡിയോ വന്നു. ഞാനിത് 2015 ടൈമിൽ കണ്ടതാണ്. 10 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ചാനൽ വീണ്ടും നോക്കുന്നത്. ഇത് മറ്റേവൻ തന്നെയാണ്. ആളിപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്റെ കയ്യിൽ ആ ഒരു ഗ്ലാസ് ഇല്ല. അന്ന് അത് കണ്ടപ്പോൾ ബാലരമയുടെ ഗ്ലാസ് വെച്ചപ്പോൾ ഫീലിംഗ് അല്പം കുറവായിരുന്നു. പക്ഷെ കിൻഡർ ജോയുടെ തിക്കായ പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ചപ്പോൾ അത്യാവശ്യം ഫീലിംഗ് കിട്ടും. നമ്മൾ എക്സിബിഷനോ തിയേറ്റേഴ്സിലോ കാണുന്ന അത്രയും പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. കാരണം അവിടെ വലിയ സ്ക്രീനാണ്, പോളറൈസ്ഡ് പ്രൊജക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിലോ TV സ്ക്രീനിലോ കണ്ടാലും അതിന്റെ ഒരു 50% എഫക്റ്റ് അപ്പോഴും കിട്ടും. പുറത്തേക്ക് വരുന്ന എഫക്റ്റ് എല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ആ ഒരു എഫക്റ്റിന് വേണ്ടി
നിങ്ങൾ ഏത് തിയേറ്ററിൽ പോയാലും ഫിലിം മേക്കേഴ്സ് അത് എവിടെയാണോ ആഡ് ചെയ്തത് ആ ഒരു സീനിൽ തന്നെ അത് കിട്ടുകയുള്ളൂ. തിയേറ്റർ മാറിയത് കൊണ്ട് ആ ഒരു എഫക്റ്റ് കൂടുതൽ സീനുകളിലേക്ക് വരില്ല. നിങ്ങൾ വലിയ തിയേറ്റേഴ്സിൽ കയറുമ്പോൾ ഇമേജ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ബെറ്റർ ആവും. അപ്പോൾ ഉള്ള 3D ബെറ്റർ ആയി കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സീനനുസരിച്ച് ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ 4DX തിയേറ്ററിൽ കയറാം. അപ്പോൾ സീനനുസരിച്ച് സീറ്റ് കുലുങ്ങും, മിസ്റ്റ് വരും, സ്മോക്ക് വരും, അങ്ങനെ ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. ഇനി മാക്സിമം വിഷ്വൽ ക്വാളിറ്റി വേണമെങ്കിൽ IMAX തിയേറ്ററിൽ കയറാം. IMAX തിയേറ്റേഴ്സ് പേര് പോലെ തന്നെ ഇമേജ് മാക്സിമം എന്നാണ് ഫുൾ ഫോം. നോർമൽ തിയേറ്റർ സ്ക്രീനേക്കാൾ ഏകദേശം 3-4 ഇരട്ടി വലിപ്പമുള്ള ഒരു ജൈജാനിക് സ്ക്രീൻ ആയിരിക്കും. IMAX അടക്കം എല്ലാ തിയേറ്റേഴ്സിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.